പാരമ്പര്യം നിലനിർത്ത ഒരു അവസരം കിട്ടി. എന്തിന്റെ? ആത്മഹത്യ. ഓ, ആത്മഹത്യ. പിന്നെ സുഖോട്ട് ചെയ്യാല. അങ്ങനെ രാവിലെ ചാടിയങ്ങ് ഇറങ്ങി. എന്തിന്? 10 ലക്കടന്ന് മുകളിൽ കയറിയാൻ. അതിന് ചാടിയാ? ചാടാൻ വേണ്ടി നിൽക്കുമ്പോഴേ താഴെ നമ്മുടെ സുഖേഷൻ നിൽക്കാൻ. അതിനിപ്പോ എന്താണ്? അല്ല, നീ ചാടാൻ പറ്റില്ല. അവനൊരു 1500 രൂപ കൊടുക്കാറുണ്ട്. അന്ന് വെറുതെ ചാടി കൊടുക്കേണ്ട ആവശ്യമില്ല. ചാടി ചത്തു കഴിഞ്ഞാ പിന്നെ ആകാശിനെ അവന് കൊടുക്കണ്ടല്ലോ. ആര് പറഞ്ഞു? അവൻ എന്താ പറഞ്ഞേക്കണെന്നറിയോ? എന്താണ്? നിന്നോട് ചത്താലും പൈസ മേടിക്കൂന്ന്. ആണോ? പിന്നെ എന്ത് ചെയ്യും ഞാൻ? ആണല്ലേ? അപ്പൊ അതോടുകൂടി പരിപാടി നിർത്തി. എവിടാ? അന്ന് ചാടിയില്ല. പിന്നെ സമയം കിടക്കണല്ലേ. ഞാൻ പിറ്റേ ദിവസം നേരെ പുഴക്കടവിലേക്ക് എന്ന് ആറിന്റെ അടുത്ത്. അവിടെ വലിയൊരു മുളമരമുണ്ട്. അതെ. അതിന്റെ ടോപ്പിലേക്ക് അങ്ങ് കയറി. എന്നിട്ട് ചാടിയാ? ഇല്ല, ഏറ്റവും ടോപ്പിൽ കയറിയപ്പോഴേക്കേ എന്റെ ഭാരം കൊണ്ടില്ലേ ഈ മുളമരം ഇല്ലേ, ഇത് ഇങ്ങനെ അങ്ങോട്ട് വളഞ്ഞിട്ട് ഈ പെണ്ണുങ്ങ കുളിക്കണം നടുക്കൊന്നിട്ട് വീണില്ല. ഇത് ഇങ്ങനെ വന്ന് നിക്കണേ. ഓ, ചായ കോപ്പയില് തേയിലയുടെ ബാങ്കിന് നിക്കണ പോലെ. എന്നിട്ട് അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചു എന്തിനാ വന്നേന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു ചാകാനാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ കൊന്നേക്കാന്ന് പറഞ്ഞു. വാരി വരിച്ച് ഞങ്ങൾ തല്ലി. ഇത് കഴിഞ്ഞിട്ട് ഈ രമണി ഉണ്ടല്ലോ കൂട്ടത്തില്ല, ഈ കേറ്റ് ബെൽറ്റ് ഇല്ലേ ഇങ്ങനത്തെ തെറ്റാരി, ഈ കാറ്റ് ബെൽറ്റ് കല്ല് വെച്ചിട്ട് വലിച്ചിങ്ങനെ അടിക്കൂലേ, അതുപോലെ എല്ലാ പെണ്ണുങ്ങളും കൂടി ഇല്ലേ ഈ മുളയും എന്നെയും കൂടി ഇല്ലേ ഇതിങ്ങനെ വലിച്ചങ്ങോട്ട് പിടിച്ചിട്ടില്ലേ ഒരു ഒറ്റ വിടല. ഞാൻ ഈ ഡ്രോണൊക്കെ പോകൂലേ, അതുകൊണ്ട് ഞാനിങ്ങനെ പറന്നത് കാഴ്ചയും കണ്ടിട്ടില്ലേ, നേരെ ഹൈവേ വന്ന് ഒറ്റ വീഴ്ച. എന്നിട്ടാ അപ്പൊ തന്നെ ഒരു തെണ്ടി ഇടിച്ചതിന് ഹോസ്പിറ്റലായി. അയ്യോ, വണ്ടി ഇടിച്ചെന്നല്ലേ? ഇല്ല, അവിടെ തെണ്ടി കണ്ട ഈ രമണിയുടെ കെട്ടിയാൻ കുളക്കടയിൽ പോവാന്ന് പറയില്ലേ, എന്നെ ഇടിച്ചില്ലേ എന്റെ ENT നശിപ്പിച്ചു കളഞ്ഞി. എന്തിയാ? തൊണ്ടാ മൂക്ക് ചെവി. അത്